നമ്മളിൽ ഭൂരിഭാഗം പേരും അധികം കേട്ടിട്ടില്ലാത്ത ഒരു വാക്കാണ് നോമോഫോബിയ. എന്താണ് നോമോഫോബിയ? ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു അസുഖമാണെന്നും പറയാം. ഞാനും നിങ്ങളുമൊക്കെ ചിലപ്പോൾ ഇതിന്റെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ടാവണം. ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് സ്മാർട്ട് ഫോണുകളുടെ കടന്നുവരവ് വലിയ മാറ്റങ്ങളാണുണ്ടാക്കിയത്. നോ മൊബൈൽ ഫോബിയ, ഈ രണ്ടു വാക്കിൽ നിന്നാണ് നോമോഫോബിയ എന്ന വാക്ക് ഉണ്ടായത്. മൊബൈൽ ഫോൺ ഇല്ലാത്തതോ അത് ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോഴുള്ള ഭയം, ടെൻഷൻ എന്നിവയാണ് നോമോഫോബിയയുടെ ലക്ഷണങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ നോമോഫോബിയ അഥവാ ഫോൺ അഡിക്റ്റ്. 2008 UK പോസ്റ്റ് ഓഫീസ് നടത്തിയ ഒരു പഠനത്തിലാണ് നോമോഫോബിയ എന്ന പദം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ബ്രിട്ടനിലെ 53% മൊബൈൽ ഫോൺ ഉപയോക്താക്കളും തങ്ങളുടെ ഫോൺ ഉപയോഗിക്കാൻ കഴിയാതെ വിഷമിക്കുന്നതായി കണ്ടെത്തി. അതിനുശേഷം നമ്മുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ സ്മാർട്ട് ഫോണുകൾ എല്ലായിടത്തും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയതിനാൽ ഈ പ്രതിഭാസത്തിന് ലോകമെമ്പാടും അംഗീകാരം ലഭിച്ചു. എല്ലാ കാര്യങ്ങളിലും മൊബൈലിനെ ആശ്രയിച്ചായിരിക്കും ഈ നോമോഫോബിയ ബാധിച്ചവർ മുന്നോട്ടു പോവുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങൾ സജീവമായതും ഇതിന് വലിയൊരു പങ്കായി കണക്കാക്കപ്പെടുന്നു. ആളുകൾ വിനോദത്തിന് ഇന്ന് കൂടുതൽ ആശ്രയിക്കുന്നത് സ്വന്തം ഫോണിനെയാണ്. ഇത് സമൂഹത്തിൽ നിന്നും വ്യക്തികളെ അകറ്റുകയും സ്വന്തം ഫോണിലേക്ക് മാത്രമായി ചുരുക്കുകയും ചെയ്യുന്നു. ഫോൺ മാത്രമാണ് ഇന്ന് പലരുടെയും ലോകം. ഇതുമൂലം സ്വന്തം കുടുംബം പോലും അകന്നു പോകുന്നതായി മനസ്സിലാക്കാൻ വ്യക്തികൾക്ക് കഴിയുന്നില്ല. മാനസിക പിരിമുറുക്കങ്ങൾ, ഉറക്കമില്ലായ്മ, ഉൽപാദനക്ഷമത കുറയൽ എന്നിവ ആളുകളിൽ കൂടുന്നു എന്നാണ് 2024 പുറത്തിറക്കിയ പുതിയ പഠന റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. ഇനിയും ഒട്ടും വൈകിയിട്ടില്ല. സ്മാർട്ട് ഫോണുകളിൽ നിന്നും ഇടവേളകൾ എടുക്കുക. അല്ലെങ്കിൽ ഒരു 5 വർഷം കൊണ്ട് മനുഷ്യമനസ്സിനെ മൊത്തമായി കീഴടക്കാൻ സ്മാർട്ട് ഫോണുകൾക്ക് കഴിയും.